ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സിമൻറ്റും പഴയ തുണികളും കൊണ്ട് ഒരടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു സ്ക്വയർ ബോക്സാണ്. അപ്പം ആ ബോക്സിലേക്ക് നമുക്ക് പീസുകൾ വെട്ടി പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് കുറച്ച് കോട്ടൺ തുണിയും പിന്നെ സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ കോട്ടൺ തുണി ആ സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിശ്രിതത്തിൽ നല്ലവണ്ണം മുക്കി നമുക്ക് ആ മോൾഡിന് ചുറ്റാതെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം നല്ല കട്ടി കിട്ടുന്നത് വരെ ഒരു 4-5 ലെയർ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഏറ്റവും മുകളിൽ ഒട്ടിക്കാൻ നേരത്ത് കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഇട്ടിട്ട് അവിടെയും ചെറിയ പീസ് ഒരു തുണി കൂടെ നല്ലവണ്ണം കട്ടിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക, നനച്ചു കൊടുക്കാതെ ഉണങ്ങാൻ വയ്ക്കുക. അപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും മണലുമാണ്. അപ്പോൾ സിമൻറ്റ് 1 മണൽ 1 എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ സിമൻറ്റും മണലും കൂടെ തുല്യ അളവിലെടുത്ത് നല്ലവണ്ണം ചെറിയ ലൂസിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മോൾഡിന് ചുറ്റാതെ കരണ്ടി കൊണ്ട് തന്നെ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ 4 സൈഡും ഏറ്റവും ടോപ്പിലും കൂടെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 4 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു പലക പീസോ അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ഒരു ചെറിയ ലെവലുള്ള ചെറിയൊരു തുണ്ട് പീസോ കൊണ്ട് നമുക്ക് അതിൻ്റെ പുറത്ത് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഉരച്ചു കൊടുത്ത് ചെറിയൊരു ലെവലിന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ 4 സൈഡും നല്ലവണ്ണം പിന്നെ തെർമോക്കോൾ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉരച്ചു കൊടുത്ത് ഒരു ലെവൽ ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന 4 സൈഡിലെ മൂലകളും കൂടെ ഒരു ചെറിയൊരു ലെവലിന് വല്ല പട്ടിയലിൻ്റെ പീസോ അല്ലെങ്കിൽ അലുമിനിയം പീസോ കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് അതിനെയും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിൽ ഉള്ള കോർണറും കൂടെ ഒരു കാണാൻ ഇച്ചിരി ഒരു വൃത്തിക്ക് അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ എഡ്ജും പിടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടത് ചെറിയ തടിയുടെ ഷേപ്പിൽ നമ്മൾ ഓരോ ഭാഗത്തും ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. വരകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കത്തി ഉപയോഗിച്ചതിൻ്റെ തടിയുടെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൂടെ കൊടുക്കാം. ഏകദേശം 4 സൈഡും
ചെറിയൊരു വൃത്തിക്ക് വരച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഒരു 3-4 ദിവസം നല്ലോണം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം നമുക്കതിനെ എടുത്ത് തിരിച്ച് വയ്ക്കാം. എടുത്ത് തിരിച്ച് വെച്ചിട്ട് അതിനകത്തുള്ള കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ എടുത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് അതിൽ 2 ബോർഡറും കൂടെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ബോർഡറിന് ചെറിയ കനത്തിന് സിമൻറ്റ് കോരി ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് നമുക്ക് വേണ്ട ഒരു വീതിക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കണക്ക് 4 സൈഡും റൗണ്ട് ചെയ്ത് ആ ബോർഡർ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ ബോർഡർ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പേനയുടെ ക്യാപ്പ് കൊണ്ട് നമുക്ക് അതിനകത്ത് ചെറിയ ആണിയുടെ ലുക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് നല്ലവണ്ണം പ്രസ് ചെയ്ത് നമുക്ക് എവിടെയൊക്കെ വേണോ അവിടെയെല്ലാം ഒന്ന് പിന്നെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് മുകളിൽ നിന്ന് ഒരു ലോക്കിൻ്റെ ആകൃതിയിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ചെറിയ രീതിയിൽ സിമൻറ്റ് കോരി തേച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ആ ഒരു ലോക്കിൻ്റെ ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കണക്ക് തന്നെയാണ് 4 സൈഡിലും ബാക്കിയുള്ള സൈഡുകളിലും കൂടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് തീർന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചെടിച്ചട്ടിയുടെ അകസൈഡിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം കറക്കി എടുക്കുക. അപ്പോൾ ആ തുണിയുടെ കാണാൻ പറ്റുന്ന ഭാവമൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലവണ്ണം കറക്കിയെടുത്ത് കൊടുത്തിട്ട് അടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് സിമൻറ്റ് മണലും കൂടെ തന്നെയാണ്. അപ്പം സിമൻറ്റ് മണലും കൂടെ നല്ലവണ്ണം ചെറിയ ഒരു ലൂസിന് മിക്സ് ചെയ്ത് ഇട്ട് അതിനകത്ത് കരണ്ടി കൊണ്ട് ചെറുതായിട്ട് നൈസ് കനത്തിന് കോരി തേച്ച് പറ്റിച്ചിട്ട് നമുക്ക് തെർമോകോൾ കൊണ്ട് അതിനകവും കൂടെ ഒന്ന് വലിച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അത് വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തും കൂടെ വേണമെങ്കിൽ തടിയുടെ ഷേപ്പിൽ തന്നെ ഒന്ന് വരകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഭാഗത്ത് അവിടെ ഒന്ന് വരച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ തടിയുടെ ഒരു ചെറിയൊരു ലുക്ക് നമുക്ക് അവിടെയും കൂടെ കിട്ടും. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന സിമൻ്റ് എല്ലാം കൂടെ ഒരു ചെറിയ ഇതായിട്ട് വെള്ളം തെളിച്ചിട്ട് അതിനകത്ത് ഏറ്റവും അടിസൈഡിലും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 2 ദിവസവും കൂടെ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ എല്ലാം നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക ആദ്യം എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ബ്ലാക്കാണ്. അപ്പോൾ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് നമുക്ക് അക സൈഡ് വേണമെങ്കിൽ അടിച്ചാൽ മതി. അപ്പോൾ പുറ സൈഡ് എല്ലാ സൈഡിലും ഒരു കോട്ട് ആദ്യം ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ യെല്ലോയും റെഡും വൈറ്റും ബ്രൗൺ കളറുമാണ്. അപ്പോൾ അത് നമുക്ക് ഒരു തുല്യ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു തടിയുടെ കളർ കിട്ടത്തക്ക രീതിയിൽ മിക്സ് ചെയ്തിട്ട് ബ്രഷിന് നമുക്ക് ഓട്ടിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴും ഒരുപാട് കട്ടിക്ക് അടിക്കേണ്ട, ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലയും കൂടെ ഒന്ന് ഓട്ടിച്ച് നല്ലവണ്ണം ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യെല്ലോ കളർ കഴിഞ്ഞിട്ട് അടുത്ത് ആക്രിലിക്കിൻ്റെ
ബ്ലൂ കളറാണ്. ബ്ലൂ കളറ് നമുക്ക് ആ ബോർഡറിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. ആ മുകളിൽ നിന്ന് വരുന്ന ലോക്കിൻ്റെ സൈഡിൽ കോപ്പറാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന ബട്ടണിൽ നമുക്ക് അക്രിലിക്കിൻ്റെ ഗോൾഡ് കളറുമാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.